എന്ത് വറുത്തമീൻ വേണ്ടേ? എനിക്ക് ചാളയുടെ സ്മെല്ല് കേൾക്കുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നു. വറുത്തമീൻ എടുക്കത്തില്ല, സ്മെല്ല് കാരണം വയ്യ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡാനീസ് ഡേയ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ രാവിലെ മീൻ മേടിക്കാൻ പോവാണ് കേട്ടോ. അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഇഞ്ചക്ഷനൊക്കെ എടുത്തത് കൊണ്ട് ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. ഫുഡിന് മുമ്പ് 1/2 മണിക്കൂർ മുമ്പ് ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പം വലിയ സീനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ മീൻ മേടിക്കാൻ പോകുമെന്ന് വെച്ച് ഇങ്ങനെ ഇറങ്ങുകയാണ് ഗായ്സ്. ഗൈസ്, തൊലിഞ്ഞ മീനെന്ന് പറഞ്ഞോണ്ടല്ലോ വളരെ മോശം മീനായിരുന്നു കേട്ടോ. ഇവിടെ എങ്ങും ഇല്ലെന്ന് സൺഡേ അല്ലായിരുന്നോ, ചന്തയിൽ മാത്രമേ മീനുള്ളൂ. അപ്പോൾ ചന്തയിൽ പോയി മീൻ മേടിച്ച് വളരെ മോശം മീൻ. അയല ഉണ്ടായിരുന്നു, ചൂര ഉണ്ടായിരുന്നു, ചാള ഉണ്ടായിരുന്നു. അപ്പോൾ ചാള കുറച്ചെങ്കിലും കൊള്ളാന്ന് വെച്ചുകൊണ്ട് ചാള മേടിച്ചു കേട്ടോ. നല്ല മീനാന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ മേടിച്ച മീൻ. ഇത് കുഴപ്പമില്ലാത്ത ചാളയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതപ്പം ഇതാണ് മേടിച്ച മീൻ. അപ്പം ഇതുണ്ടോ റെഡ് കളറിലേക്ക് എരിയുന്നത്, ഇതിലും മോശം വരുന്നു കേട്ടോ അവിടുത്തെ മീൻ. മീനൊന്നും വിശക്കുന്നില്ലേ? അമ്മയ്ക്ക് വിശക്കുന്ന പൊന്നി. ആ ടാബ്ലറ്റ് കഴിച്ചോണ്ടാകുന്നു എനിക്ക് വിശക്കുന്ന. വീഡിയോ എടുക്കാതെ പോയി ദോശ ഇവിടെ പോന്നു. കണ്ട നീന് വരെ വിശക്കുന്ന പോയി ഉണ്ടാക്കി തിന്നടി. ദോശ ചൂടാൻ പോവാണ് കേട്ടോ. ഗൈസ്, എന്തായാലും ടാബ്ലറ്റും ഇന്നലത്തെ ഇഞ്ചക്ഷനും ഒക്കെ നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഛർദ്ദിക്കും. എന്തായാലും രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറും പിന്നെ ദോശയൊക്കെ ഏട്ടൻ ഉണ്ടാക്കിയതാണ്. ഇന്ന് അവിയലൊക്കെ ഉണ്ടാക്കാൻ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ്, എനിക്ക് ഏട്ടൻ ഇച്ചിരി കരിക്ക് വെട്ടിത്തരാന്ന് പറഞ്ഞു. രാവിലെ ഞാൻ എന്തായാലും കുറച്ച് ഓണാണ് ഗൈസ്. അപ്പൊ ഇന്നലെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അമ്മ അവിടെ കരിക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ രാവിലെ ഏട്ടൻ വെട്ടിത്തരാന്ന് പറഞ്ഞു. നീനമ്മയ്ക്കൂടെ കൊടുക്കാച്ചി. പെട്ടെന്ന് കുടിക്കട്ടെ കരിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? ഭയങ്കര മധുരമില്ല, എന്നാലും മീഡിയം മധുരം. ഇപ്പൊ ഒരുപാട് മധുരം എനിക്ക് അത്ര താല്പര്യമില്ല, എന്നാലും നല്ല മീഡിയം മധുരം ഉണ്ട്. പിന്നെ ഇതിനകത്ത് കരിക്കുണ്ട്, കരിക്കൂടെ വെട്ടിത്തരണേ. കിളുന്തല്ലേ ഇതിന്? ഞാൻ കിളുന്തെന്നാണ് പറയുന്നത്. അടിയിൽ മാത്രമേ കിളുന്നുള്ളൂ, മണ്ടയിലോട്ടൊക്കെ നല്ല മുറ്റി. വലിയ മുറ്റിയൊന്നും വരാ, നല്ല കരിക്ക. നീനുമ്പോ കരിക്കും വെള്ളം കുടിച്ചോണ്ടിരിക്കുക. എന്തോ തുപ്പി കളയുന്നു. അവർക്ക് കരിക്കും വെള്ളം കുടിക്കണ്ട. ഏട്ടൻ ഇവിടെ മീൻ കണ്ടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ ഏട്ടൻ പറഞ്ഞു അതൊക്കെ ഏട്ടൻ ആദ്യമേ പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങുമായിരുന്നു ആ സമയത്ത്. മീൻ മേടിക്കാൻ പോയതും ചാളയാണ് കിട്ടിയത്. സൺഡേ ആയിട്ട് വേറെ മീനൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നത് കേട്ടോ. മീൻ ഭയങ്കര കുരുത്തക്കേടാണ്. ഇവിടെ തുണി കഴുവായിടുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റ് ഞാൻ തുണി കഴുകിയതിന് ശേഷം ബാസ്ക്കറ്റ് അവിടെ വെച്ചേക്കുമായിരുന്നു. അത് അവിടെ നീക്കി എടുത്ത് അങ്ങ് പടിയുടെ അറ്റത്ത് കൊണ്ടുപോവുക. അതെ, ഉള്ളിത്തൊലി ഉള്ളി എടുത്ത് ഇതിനകത്ത് ഇടുക. ഫുള്ള് കുത്തക്കേടാണ്. ഞാൻ കുറേ നേരം ഇവിടെ നിൽക്കുന്നില്ല. എനിക്ക് ഈ ചാളയുടെ സ്മെല്ല് കേൾക്കുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നു. ഭയങ്കര ഒരുമാതിരി സ്മെല്ല്. സോ ഞാൻ ഹോളിലോട്ട് പോവുകയാണ്. അപ്പോൾ ചോറൊക്കെ ഞാൻ ഇന്നലെ സെറ്റാക്കി വെച്ച് കേട്ടോ. അപ്പോൾ ചോറ്, സാമ്പാറും മീൻ വറുത്തതും അവിയലുമാണ് ഇല്ലേ ഏട്ടാ ഇന്ന്? യെസ്, അവിയലും മീൻ വറുത്തതും ഏട്ടൻ വെക്കുന്നതാണ്. അപ്പോൾ എനിക്ക് റെസ്റ്റ്. ഓക്കെ ബൈ. ചാളയുടെ ചെതുമ്പല്ലേ ഒട്ടിച്ചങ്ങോട്ട് വെച്ചേക്കോ, പോകുന്നില്ല ഇങ്ങോട്ട്. മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് വറുത്തെടുക്കണം. കുറച്ച് വറുത്തെടുക്കും, ബാക്കി എല്ലാം വേണ്ട പട്ടിക്കാണ്ട് തലയിരിക്കും കേട്ടോ. ഗൈസ്, അച്ചുവിടെ താണ്ട് കുരുമുളക് അരയ്ക്കുവാണ് കേട്ടാ. പെട്ടെന്ന് കുരുമുളക് അരയ്ക്കടേ. ഇതിൽ ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഞാനല്ല കേട്ടോ, അച്ചുവാണ് എടുത്ത് വെച്ചത്. കാരണം ഞാനിവിടെ മീൻ കണ്ടിക്കുവായിരുന്നല്ലോ. സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അച്ചു അങ്ങ് പെട്ടെന്ന്. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്റെ വിശക്കല്ലേ? എനിക്ക് വിശക്കുന്നു. നീ എത്തി രാവിലെ വിശക്കുന്നു, ദോശ വേണോ തീർന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്. പെട്ടെന്ന് തേങ്ങ ഇരുമേ അവിയലിന് അരച്ചില്ല, ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഇതിനകത്തിന് മസാല വരട്ടല്ലേ. ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇത് ഇടുന്നത് മസാലപ്പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. സ്വന്തം മഞ്ഞപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇവിടെ കരാവിനെ കാണും ഗൈസ്.
ഇറങ്ങി പോയാ അവള് ഈ പടിയതാ, ഈ പടിയൊക്കെ തനിയെ അങ്ങ് ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് എന്തുവാ നമ്മളെന്തോ കാണിച്ച പോലെ. കേറി വാ, ഞാൻ വരുന്നില്ല, ഇങ്ങോട്ടിങ് വന്നാ മതി. ബായെന്ന് എനിക്ക് തോന്നി പൂച്ചയുടെ പുറകെ പോയതാണോ കേട്ടോ അവള്. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ അച്ചു ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ. ഇവിടെ അരി തിളച്ചോണ്ടിരിക്കുവാണ്. ഞാൻ ഇന്നലെ റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മുമ്പ് ഒരു 2 ദിവസം മുമ്പ് വരെ എനിക്ക് ഈ സ്മെല്ല് പിടിക്കത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പൊ സ്മെല്ല് വരുന്നില്ല, എന്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അടുത്ത് നിന്നിട്ട്. ഇനിയിപ്പൊ അത് ഊറ്റിയിടണം. അപ്പൊ ചോറൊക്കെ നമ്മൾ ഇന്നലെ സെറ്റാക്കി വെച്ചപ്പം ഇനിയിപ്പൊ അവിയല് റെഡി ആവണം. തേങ്ങ തിരുമ്മി ഏട്ടൻ അരപ്പരയ്ക്കുമെന്നാണ് ഏട്ടൻ പറയുന്നത്. താളെ വെച്ച് കൊടുക്കാം. മീനെല്ലാം നല്ല അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, ഞാൻ ഇതാ ഈ അവിയലിനുള്ള മഞ്ഞപ്പൊടി, ജീരകം, തേങ്ങ, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അരപ്പരപ്പ് ഒരുപാട് അങ്ങ് കരിച്ച് പറിച്ചെടുക്കുന്നില്ല കേട്ടോ. ഗായ്സ്, ഞാനേ ഇതിന്റെ നടുക്കൊരു ഹാർട്ട് ഷേപ്പ് കണ്ടെത്തി. കൈ മാറ്റിയേട്ടാ. എവിടെ കണ്ടോ? എനിക്ക് വയ്യ. അരപ്പിടാൻ പോവാണ് കേട്ടോ. എനിക്കറിയാം നീ എടുക്കുന്നു വറുത്തമീൻ. വറുത്തമീൻ എടുക്കത്തില്ല, സ്മെല്ല് കാരണം വയ്യ. എന്തൊക്കെയാ സാമ്പാറ്, ചോറ്, അത് പച്ച 2 വറുത്തമീൻ. 2 വറുത്തമീനാണ് നീ എടുത്തത് കേട്ടാ. അയ്യോ, മണം കേക്കുമ്പോ വല്ലാതെ എന്തൊക്കെയായിരുന്നു. ചായയുടെ മണമല്ലേ. വറുത്തമീൻ കൊള്ളാവോ? കഴിച്ചില്ല. തിന്നു നോക്ക് പെട്ടെന്ന്. എന്ത് വറുത്തമീൻ വേണ്ടേ? എന്നാ ഇങ്ങോട്ട്. താങ്ക് യു. എനിക്ക് 2 വറുത്തമീൻ കിട്ടി ഗൈസ്. എന്ത് ചെടി? എന്തോ വറുത്ത മീൻ്റെ സ്മെല്ലോ അതോ മീൻ്റെ സ്മെല്ലോ? മീൻ്റെ സ്മെല്ല് അടിക്കുന്നില്ലല്ലോ. അയ്യോടാ പാപം. ഞാൻ കഴിക്കട്ടെ, ഞാൻ പോയി കഴിക്കട്ടോ. ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം നമ്മള് സിനിമയൊക്കെ കണ്ടിരുന്നു. ഏത് സിനിമയാ കണ്ടത്? ലക്കി ഭാസ്കർ ഇല്ലേ, അത് OTT വന്നിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് നീനു ബേബി ഏട്ടനൂടെ അവിടെ കളിക്കുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച്, ഏട്ടൻ വിളക്കൊക്കെ കത്തിച്ച്, നീനു ബേബി ഞാനും ഒക്കെ കുളിച്ച് നല്ലതായി. ഇന്നെന്തായാലും ഭഗവാൻ സഹായിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നല്ലോണം പോയി. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും, ഛർദിലിൻ്റെയോ ഗ്യാസിൻ്റെയോ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഡോക്ടറാണ് മരുന്ന് തന്നത്. ഇനി ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ എഫക്റ്റ് ആണോ അതോ ഗുളികയുടെ ആണോ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇന്നലെ 2 ഇഞ്ചക്ഷൻ എടുത്തായിരുന്നല്ലോ. അപ്പോൾ ഇനി നമ്മളിവിടെ ഒരു വഞ്ചി ഉണ്ട് കേട്ടോ. അത് വഞ്ചി പക്ഷെ നിറഞ്ഞു. പക്ഷെ ഒരുപാട് പൈസ കാണത്തില്ല. എന്നാലും ആ വഞ്ചി അങ്ങ് പൊട്ടിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ. അപ്പോൾ ആ വഞ്ചി പൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. ഏട്ടൻ പുറത്തു പോയി സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. സാമ്പാർ കഴിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല. സാമ്പാർ കഴിച്ചപ്പോൾ എനിക്ക് അത് കഴിക്കാനും മനമറുപ്പൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സാമ്പാർ തന്നെ വെക്കാന്ന്. പിന്നെന്താ, പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മെൻ്റലി ഓക്കെ ആണ് കേട്ടോ. ഇപ്പം സെറ്റായി. എനിക്ക് സത്യത്തിൽ എന്തായിരുന്നു എന്നറിയാവോ, എനിക്ക് ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ലാത്തത് കൊണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് അതെന്നെ ഇത് ചെയ്തതാണ്. കാരണം ഞാൻ ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ലാതിരുന്നപ്പം നീനു ബേബിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല, അവളെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ എനിക്ക്. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. വൊമിറ്റിങ് ഇങ്ങനെ ചില സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ അസ്വസ്ഥത അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു. ഒരുപാട് മെസ്സേജ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. ലോങ് വീഡിയോ കണ്ട് ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്, ഹാപ്പി ആയിട്ടിരിക്കുക. കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ദേ ഇവിടെ അച്ഛനും മോളൂടെ കളിയാണ്. അച്ഛനാണെങ്കിൽ വഞ്ചി പൊട്ടിക്കാൻ പോകാനേട്ടാ. ഞാൻ മാത്രമേ പൈസ ഇട്ടുള്ളൂ, വേറെ ആരും പൈസ ഇട്ടില്ല. അപ്പൊ അന്ന് ഒന്ന് സേവ് ചെയ്യണോന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ എടുത്തതാണ്. പക്ഷെ ഇതിനകത്ത് ഇടാറൊന്നുമില്ല. ഞാൻ എപ്പോഴെങ്കിലും അവിടെ എവിടെയും ചില്ലറ നടക്കുന്ന എടുത്തിടും. അറിഞ്ഞെന്ന് തോന്നുന്നത്. ഏട്ടൻ പറഞ്ഞ് ഇത്രയും ഭാഗം പൊട്ടിച്ചാൽ മതി, അത് ബാക്കിക്കാൻ നമുക്ക് ചെടി വെക്കാം. പൊട്ടിക്കാം. പൊട്ടിച്ച മുകൾ ഭാഗം മാത്രം.
ക്രാക്ക് ആയില്ലൂടെ. ഏട്ടൻ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നിറച്ചുണ്ടോ ഏട്ടാ പൈസ? പിന്നെ ഇത് എന്തോ കാണിക്കുന്നേ? ഇതാണ് വഞ്ചിപ്പെട്ടി. നീനുമ്മയ്ക്ക് അറിവാകുമ്പോഴത്തേക്ക് നീനുമ്മയ്ക്ക് ഇത് കണക്കൊരു പെട്ടി തരാം കേട്ടാ. മണ്ണ ഏട്ടൻ പൊട്ടിച്ചിട്ട മണ്ണ്. നല്ലോണം കുലുക്ക് വെച്ചത്. വീഴുന്നുണ്ട്. പൈസ പൈസ പൈസ. ഇനി ബാക്കിയല്ലേ നോട്ടാ. ഇത്രയും ചില്ലറ ഉണ്ടായിരുന്നില്ലേ? 10, 20, 30, 40, 50, 60, 70, 100. ഇനി എടുക്കരുത്. 500 നോട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് എടുത്താൽ ഞെട്ടല്ലേ. എന്റെ പറഞ്ഞ ഞാൻ സ്വന്തമായിട്ട് ഇട്ട പൈസ തീർന്നാ. ഇത്രയപ്പോ മുഞ്ചി നിറഞ്ഞാടേ. 5 നേരം നോട്ടായതുകൊണ്ടാണ് പറഞ്ഞത്. കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ചെടി നടാൻ പുതിയ ചട്ടി. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ടോ. 500, 600. ഗൈസ് എണ്ണ തീർന്ന കേട്ടോ. പക്ഷെ ഒരുപാടൊന്നും ഇല്ല. 1738 രൂപ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ guys. അതിന് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വഞ്ചി മേടിച്ച് അതിനകത്തിടും. Okay. വേണ്ട, ഈ നോട്ടെല്ലാം, ഈ ചെറിയ നോട്ടെല്ലാം വലിയ നോട്ടാക്കിയിട്ട്, ചില്ലറ എല്ലാം മറ്റി വലിയ നോട്ടാക്കിയിട്ട് നമുക്ക് അടുത്ത വഞ്ചിയിലിട്ട് വെക്കാം അല്ലേ. Okay. ഗായ്സ് അച്യുതാണ്ട നാളത്തെ സാമ്പാറിനുള്ള അരിഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരുത്തി മോങ്ങല് തുടങ്ങിയിട്ട് രാത്രി എനിക്ക് കിടന്നിറങ്ങാൻ സമയമില്ലേ. അതെ, നാളെ സാമ്പാർ ഹെവി ആയിട്ട് വെക്കാം അല്ലേ, കുറച്ച് കൂടുതൽ വെക്കാം. ഇന്നലെ വെച്ചത് കുറഞ്ഞു അല്ലേ. അപ്പൊ ഗായ്സ് നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.